ഇതിനൊക്കെ പുറമെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിന് ട്രെയിനിങ്ങും എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ പഠിക്കുകയും അതിനോടൊപ്പം തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കാരണം സെക്യൂർഡ് ആയൊരു ജോലിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മളിങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലെത്തും. വീണ്ടും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇവിടെയാണ് എൻട്രിയിലെ ഹെൽത്ത് ഓറിയൻറ്റഡ് കോഴ്സസ് വ്യത്യസ്തമാവുന്നത്. പേരിനൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തതുകൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഒരു വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഒരു ജോബ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. സോ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എൻട്രിയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോടൊപ്പം തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതും ഫ്രീ ആഡ് ഓൺ കോഴ്സായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എഫിഷ്യൻസിയാണ്. ഒട്ടുമിക്ക കമ്പനികൾക്ക് വേണ്ട കാൻഡിഡേറ്റ്സിന് അവർ കൊടുക്കുന്ന റിക്വയർമെൻറ്റ്സ് ഇത് തന്നെയാണ്. സോ ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമതായി, ഒരു ജോലിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. അത് അഡ്വാൻസ് ലെവൽ ആണെങ്കിൽ വളരെ നല്ലത്. അതുകൊണ്ട് തന്നെ എൻട്രിയിൽ ഹെൽത്ത് കെയർ സ്റ്റുഡൻസിന് വേണ്ടി ലൈവ് ഓഫീസ് ഓട്ടോമേഷൻ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ഓഫീസ് ഓട്ടോമേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എക്സൽ, വേർഡ്, PPT ഇതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടീസൊക്കെ നമുക്ക് അബ്സോർബ് ചെയ്യാനും അതുപോലെ നമ്മുടെ കരിയർ പെർഫോമൻസ് നമുക്ക് വളരെ നന്നായിട്ട് കാഴ്ചവെക്കാനും സാധിക്കും. ആഡ് ഓൺ കോഴ്സായിട്ട് നൽകുന്നത് കൊണ്ട് തന്നെ ഇതും നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇതിനൊക്കെ പുറമെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിന് ട്രെയിനിങ്ങും എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുൻപ് കാലത്തൊക്കെ പേപ്പേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതായത് പേഷ്യൻസ് റെക്കോർഡ്സ് പേപ്പർ ഫോർമാറ്റിലായിരുന്നു. ഇന്നത് സോഫ്റ്റ്വെയർസിലേക്ക് മാറിയിട്ടുണ്ട്. സോ നമ്മളൊരു ഹോസ്പിറ്റൽ വർക്കിന് കയറുന്ന സമയത്ത് നമുക്കിതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ വേണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം 2 day ഓഫ്ലൈൻ വർക്ക്ഷോപ്പാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതിനെ മികച്ച രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ സഹായിക്കുന്നു. നാളെ നമ്മളൊരു ജോബിന് കയറി കഴിയുമ്പോൾ നമുക്ക് ആ കഴിവുകൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽ കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ്റെ ഒരു സ്കില്ലുണ്ട്, നിങ്ങൾ നല്ലൊരു ലീഡറാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പിലൂടെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നാളെ ഒരു കമ്പനിയിൽ വർക്കിന് കയറി കഴിയുമ്പോൾ നിങ്ങളുടെ ആ കഴിവ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനും അതുവഴി മികച്ചൊരു കരിയർ പടുത്തുയർത്താനും നിങ്ങൾക്ക് സാധിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ എൻട്രിയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വഴി നിങ്ങൾക്ക് കിട്ടുന്ന ആഡ് ഓൺ കോഴ്സുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല. അതിനു പുറമെ ഓഫീസ് ഓട്ടോമേഷൻ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ സർട്ടിഫിക്കറ്റ്, ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് സർട്ടിഫിക്കറ്റ്, സോഫ്റ്റ്വെയർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് എന്നിവയും ലഭിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യവും എൻട്രി നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.